وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهديناه النجدين فلا أقتحم العقبة فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يومئذ مسغبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. أعوذ بالله من الشيطان الرجيم. وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة
أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة വഹദൈനാഹുൻ നജ്ദൈൻ. അവിടെ ശ്രദ്ധിക്കാനുള്ള എന്താ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് എന്നാലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വഹദൈനാഹുൻ നജ്ദൈൻ, ആ നൂനിന് എന്ത് ചെയ്യണം? അന്നജിദൈൻ എന്നുള്ള നൂനില്ലേ, അത് മണിക്കണം. നജ്ദൈൻ. വഹദൈനാഹുൻ നജ്ദൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ യാവുമ്മൽ നിർത്തുമ്പോൾ, അല്ല ഈ നൂനുമ്മ നിർത്തുമ്പോൾ ഇവിടെ യാവിൻ്റെ മുമ്പ് ഫതഹാണ്. അതിനൊരു പേരൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, എന്ത്? ലീന്, മദ്ദുല്ലീൻ അല്ലേ? അപ്പം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം? രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, വഹദൈനാഹുൻ നജ്ദൈൻ. നമ്മൾ ലീലാഫി ഖുറൈശ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ഓതണം. അങ്ങനെ ഓതണം. അപ്പൊ ഒന്ന് ഓതി വെക്കാന്. വഹദൈനാഹുൻ നജ്ദൈൻ. ഒന്നുകൂടി ഓതി വെക്കാന്. രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നൂന് ഉന്നത്തോടു കൂടി. രണ്ടാമത്തെ, സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മദ്ദുൽ ലീനായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത് ഫലഖ്തഹമൽ അഖബ. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ ഉണ്ടാവും ഖുറാനിൽ. ഫല ഒരു അലിഫ്, പിന്നെ ഇങ്ങനെ ഉണ്ടാവും ഒരു സാദുൽ അലിഫ്, പിന്നെ ഇങ്ങനെ അല്ലേ, പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഈ ഇതിന് ഉച്ചാരണം ഉണ്ടാവില്ല, ഇതിനും ഉച്ചാരണം ഉണ്ടാവില്ല. ഇവിടെ അല്ല, ഫല പിന്നെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഒറ്റ ചാട്ടം ഖാഫിലേക്ക്. ഫലഖ് ഫലഖ് ഫലഖ്തഹമൽ അഖബ. ഫലഖ്തഹമൽ അഖബ. ഒന്ന് ഓതി വെക്കാൻ. ഒന്നുകൂടി. അവിടെ ശ്രദ്ധിക്കാനുള്ളത് രണ്ടിനും എന്തുണ്ടാവില്ല, ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വമാ അദ്റാക മൽ അഖബ. അവിടെ വമാ എന്ത് ചെയ്യണം? 4 മുതൽ നമ്മൾ പഠിച്ചതാണ്, 4 മുതൽ 6 വരെ നീട്ടണം. അതിൻ്റെ പേരാണ് മദ് മുൻഫസിൽ. അപ്പോൾ ഓതേണ്ടത് വമാ അദ്റാക മൽ അഖബ. ഒന്നുകൂടി ഓതി വെക്കാൻ. അടുത്ത് ഫക്കു റഖബ. അവിടെ ശ്രദ്ധിക്കാൻ പ്രത്യേകമൊന്നുമില്ല, ആ സ്റ്റോപ്പ് മാത്രം. ഫക്കു റഖബ. ഓതി വെക്കാൻ. അടുത്ത ആയത്ത് ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇത്ആമുൻ എന്നുള്ള നൂനിന് അല്ല മീമിന് എന്തുണ്ട്? തൻവീനുണ്ട്. അതിൻ്റെ ശേഷം വരുന്നത് ഫി ആണ്. അപ്പം ഈ ലൊമ്മ് തൻവീനിൻ്റെ ശേഷം ഫാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ഇത്ആമുൻ ഫി. പിന്നെ യൗമിൻ, അവിടെ കസ്ർ തൻവീൻ ഉണ്ട്. അപ്പം യൗമിൻ ദി മസ്ഗബ. അപ്പോൾ ഓതേണ്ടത് ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ. ഒന്ന് ഓതി വെക്കാൻ. ഫീ 2 കതിർ നീട്ടുക. ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ. ഫീ ദി 2 കതിർ നീട്ടുക. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ. ഒന്ന് ഓതി വെക്കാൻ. പിന്നെ യതീമൻ ദാ മഖറബ. അവിടെ യതീമൻ എന്നുള്ള തൻവീൻ എന്താക്കണം? ഇഖ്ഫാ ചെയ്യണം. യതീമൻ ദാ മഖറബ. ഒന്നുകൂടി. ഔ മിസ്കീനൻ ദാ മത്റബ. അവിടെ ശ്രദ്ധിക്കാള് മിസ്കീനൻ ദാ മത്റബ. ആയത്ത് ഒന്നുകൂടി ഓദിക്കാൻ. വഹദൈനാഹുൻ നജ്ദൈൻ.
فلقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. ഓക്കെ. തജ്വീദിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് സംശയം ഉണ്ടോ? അർത്ഥം പറഞ്ഞോളി. വഹദൈനാഹു നജ്ദൈൻ. ഹദൈനാഹു ഹദൈനാഹു നാം കാണിച്ചു കൊടുത്തു. ഹു അവന് അഥവാ മനുഷ്യന്. അന്നജ്ദൈൻ രണ്ട് തെളിഞ്ഞ മാർഗങ്ങൾ, ഉയർന്നു നിൽക്കുന്ന രണ്ട് തെളിഞ്ഞ മാർഗങ്ങൾ, പാതകൾ നാം മനുഷ്യന് കാണിച്ചു കൊടുത്തു. ഹദൈനാഹു പറഞ്ഞാൽ സന്മാർഗം, പിന്നെ വഴി കാണിച്ചു കൊടുത്തു എന്നുള്ളതിനാണ് ഹദ എന്ന് പറയുന്നത്. നജ്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കണ സ്ഥലം, വ്യക്തമായി ഉയർന്നു നിൽക്കണ സ്ഥലം. ഉയർന്നു നിൽക്കുമ്പോൾ എന്തുണ്ടാവും? ഇപ്പം ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ എന്തുണ്ടാവും? എല്ലാവരും ശ്രദ്ധിക്കും അല്ലേ? അങ്ങനെ ശ്രദ്ധിക്കണ വ്യക്തമായ ഉയർന്നു നിൽക്കണ സ്ഥലം, രണ്ട് പാത, അയാണ് നജ്ദ് എന്നാണ്. അങ്ങനെയുള്ള രണ്ട് പാതകൾ നാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ പറയുന്നത് ഫ എന്നിട്ട് ഫലഖ്തഹമ അൽ അഖബ, അവൻ ആ മലമ്പാത എന്തുകൊണ്ട് കയറുന്നില്ല? ഇഖ്തഹമ എന്ന് പറഞ്ഞാൽ ഇഖ്തഹമ പ്രയാസപ്പെട്ട് കയറുന്നതിനാണ് ഇഖ്തഹമ എന്ന് പറയുന്നത്. അൽ അഖബ മലമ്പാത വിവരിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ വമാ അദ്റാകമൽ അഖബ, ആ മലമ്പാത എന്താണെന്ന് നിനക്കറിയാമോ? ഫക്കു റഖബ, ഒരു അടിമയെ മോചിപ്പിക്കലാണ്. ഫക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ ശരിക്കർത്ഥം എന്താ? ഫക്ക് നിങ്ങൾ മറ്റേ പ്ലംബർ പണി എടുക്കണ്ടോ? ഉണ്ടാവും അല്ലേ? അവരാണിത് ഉപയോഗിക്കുക കുവൈത്തിൽ. ഫക്ക് യല്ല ഫക്കാതാ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ ഒക്കെ ഇങ്ങനെ പിന്നെ ലൂസാക്കി എടുക്കുക, അതാണ് ഫക്ക് എന്നിവിടെ പറയുന്നത്. അതാണ് അറബിയിൽ അതിൻ്റെ ശരിക്കും അർത്ഥം. കുറേ ആണിയൊക്കെ തറച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒഴിവാക്കിയിട്ട് ആക്കെ ലൂസാക്കി പറിച്ചെടുക്കുക, അതിനാണ് ഫക്ക്. അതേ പദമാണ് വിശുദ്ധ ഖുർആൻ ഫക്കു റഖബ, അടിമത്ത മോചനത്തിന് ഉപയോഗിച്ച്. മോചനം എന്നാണ് ഉദ്ദേശം. ഫക്കു റഖബ അടിമയെ മോചിപ്പിക്കുക. ശരിക്കൊരു ഇതേപോലെ ആണിയിട്ട് തറച്ചത് അടിമയെ, അതിനെ പിന്നെ അത് പിന്നെ ഒഴിവാക്കിയിട്ട് അതിനെ ഒഴിവാക്കി വിടുക, അതാണല്ലോ മോചനം എന്നറിയുന്നത്. അപ്പോൾ ഉദ്ദേശാർത്ഥമാണ് ഇത് ഫക്കു റഖബ, അടിമ മോചനം. റഖബ എന്ന് പറഞ്ഞാൽ പെരടി, ശരിക്കും പെരടി കെട്ടിയിടൽ തന്നെയാണ് ഈ അടിമ എന്ന് പറയുന്നത് അല്ലേ? എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പം റഖബ എന്ന് പറഞ്ഞാൽ പെരടി എന്നാ വാക്കിൻ്റെ അർത്ഥം. പിന്നെ ഏത് പിന്നെ വേറെയും അബ്ദ് എന്ന് ഉപയോഗിക്കും. എല്ലാവരും ഉപയോഗിക്കണം അടിമ, അങ്ങനെ ഉപയോഗിക്കും. മംലൂക്ക് എന്ന് ഉപയോഗിക്കും. അമത്ത് പെണ്ണ, സ്ത്രീ ആണെങ്കിൽ അമത്ത് ഉപയോഗിക്കും. മംലൂക്ക് എന്ന് ഉപയോഗിക്കും. അങ്ങനെ കുറേ പദങ്ങളുണ്ട്. ഇപ്പം ഫക്കു റഖബ. പിന്നെ പറയുന്നത് ഔ അല്ലെങ്കിൽ ഇത്ആമുൻ, ഭക്ഷണം നൽകുക. ഫീ ഔ ഇത്ആമുൻ ഫീ യൗമിൻ, ഒരു ദിനത്തിൽ. ദീ മസ്ഗബ, അങ്ങേയറ്റത്തെ വിശപ്പുള്ള പട്ടിണിയുള്ള നാളിൽ, ദിവസത്തിൽ ഭക്ഷണം നൽകുക. ആർക്ക് ഭക്ഷണം നൽകുക? യതീമൻ ദാ മക്രബ, അടുത്ത ബന്ധമുള്ള ഒരു യതീമിന് ഭക്ഷണം നൽകുക. ഔ അല്ലെങ്കിൽ മിസ്കീനൻ, ഒരു സാധുവിന്. ദാ മത്രബ, അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള ഒരു മിസ്കീന്, സാധുവിന് ഭക്ഷണം നൽകുക. മഖറബ എന്ന് പറയുന്നത് ശരിക്ക് ഏറ്റവും അടുത്ത, അതന്നെയാണല്ലോ ഈ കുടുംബം എന്നറിയണത്. കരീബ്, അതന്നെ. അതിനാണ് മഖറുബ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നുള്ളതാണ്. അതിനാണ് അതിൻ്റെ പിന്നെ ക്രിയാധാതുവാണ് മഖറബ എന്ന് പറയുന്നത്, അടുത്തുള്ള. ദാ എന്ന് പറയുമ്പോഴാണ് ഉള്ള എന്നർത്ഥം വരുന്നത്. ദാ മഖറബ, അടുപ്പമുള്ള അഥവാ കുടുംബബന്ധമുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. മത്രബ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ മണ്ണ് തിന്ന എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേറ്റത്തെ പട്ടിണിൻ്റെ പിന്നെ സിഗ്നലാണത് അല്ലേ? ഒരാൾ മണ്ണ് തപ്പി തിന്നണമെങ്കിൽ പട്ടിണി. ആ പദമാണ് അല്ലാഹു തആല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളതിന് തുറാബ്, മണ്ണ്, ആ പദം. അപ്പം
അത്രയും പട്ടിണി എന്ന് കാണിക്കാനാണ്. പട്ടിണി എന്നുള്ളതിന് ജോ, മജാഅത്ത് അങ്ങനെ ഒരുപാട് പദമുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ മത്രബ എന്നാണ് ഉപയോഗിച്ചിട്ട്. ഇനി നമ്മൾ തിരിച്ചു വരിക. വഹദൈനാഹു നജ്ദൈൻ എന്ന് പറഞ്ഞാൽ 2 മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കാണിച്ചു കൊടുത്തു എന്നുള്ള. അതിൽ നജ്ദ് എന്നുള്ള പദം അതിലെന്ത് വേണം? നജ്ദ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ത്വരീക്കാണ്. എങ്ങനെയുള്ള ത്വരീക്ക്? അത് കുറച്ച് ഉയർന്നു നിൽക്കണം, അതോടൊപ്പം അത് വാദിഹുമാവണം. അപ്പം പിന്നെ ത്വരീക്കുൻ മുർത്തഫഉൻ വാദിഉൻ എന്നാണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. വളരെ വ്യക്തമാണ്, അതോടൊപ്പം കുറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കുന്നും പുറം എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിലുള്ള വഴി. അപ്പം ഒരു കുന്നിങ്ങനെ നമ്മൾ പോണോടത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിക്കും അല്ലേ? അപ്പം നമ്മളെ ശ്രദ്ധ പതിക്കുന്ന രൂപത്തിലുള്ള വ്യക്തമായ റൂട്ട്, 2 റൂട്ട്, 2 പാതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാൻ. ഏതാണ് ആ 2 പാത? ഒന്ന് സത്യത്തിൻ്റെ പാത, മറ്റൊന്ന് അസത്യത്തിൻ്റെ പാത. ഹക്കിൻ്റെ പാത, ബാത്തിലിൻ്റെ പാത. ഹക്ക് ഇന്നതാണെന്നും ബാത്തിൽ ഇന്നതാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ അള്ളാഹു തആല കാണിച്ചു. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആ 2 പാതകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പിന്നെ പറയുന്നത് എന്താ? വഹദൈനാഹു നജ്ദൈൻ, പിന്നെ ഫലക് തഅമൽ അഖബ. എന്നിട്ട് എന്തുകൊണ്ട് ആ മലമ്പാത അവൻ പിന്നെ കയറിയില്ല? ഇക്തഹമ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് പിന്നെ കയറുന്നതിനാണെന്ത് പറയാ? ഇക്തഹമ എന്നുള്ള തള്ളി. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇതുണ്ടാകുമ്പം തിരക്കുണ്ടാകുമ്പോൾ തള്ളിയായിട്ട് കയറൂലേ, അങ്ങനെ തള്ളി കയറുന്നതിനെന്ത് പറയും? ഇക്തഹമ. അതേപോലെ തന്നെ പ്രയാസപ്പെട്ട് മലമുകളിൽ കയറുന്നതിനും എന്ത് പറയും? ഇക്തഹമ എന്ന പദപ്രയോഗം ഉപയോഗിക്കും. എന്തിനാപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല 2 വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നു? നന്മയുടെയും തിന്മയുടെയും 2 വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയണത് മലമ്പാത എന്തുകൊണ്ട് മുറിച്ചു കടന്നില്ല? എന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്ന്, നേരത്തെ ഈ ആയത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നേരത്തെ പറഞ്ഞ എന്തൊക്കെ ഒന്ന് ഓതിയൊക്കെയാണ്. ഒരാൾ കുറേ ഞാൻ സമ്പത്ത് പിന്നെ മാലൻ ലുബത എന്ന് പറഞ്ഞില്ലേ, ധാരാളം സമ്പത്ത് ഞാൻ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്ന ഒരാളില്ലേ, ആ ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണത്. അപ്പം ധാരാളം സമ്പത്ത് ഇനി ചെലവഴിച്ചു. ആ ചെലവഴിച്ചൊക്കെ എന്തിനാ? വേണ്ടാത്തതിനാ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനാ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനാണ്. എന്നാൽ ആ റൂട്ടിലല്ല. എന്തുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഈ റൂട്ടിൽ ചെലവഴിച്ചില്ല എന്നൊരർത്ഥം. നമ്മൾ സമ്പത്ത് ചെലവഴിക്കണ്, ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്, അതൊക്കെ അനാവശ്യമായിട്ടാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലല്ല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആ രൂപത്തിൽ ചെലവഴിച്ചില്ല. ഫലക് തഅമൽ അഖബ. അങ്ങനെ പറയാനുള്ള കാരണം പിന്നെ സ്വർഗ 2 റൂട്ടുണ്ട് ഇവിടെ. 2 റൂട്ട്. ഒരു റൂട്ട് പിന്നെ കയറിപ്പോവാൻ വളരെ പ്രയാസമാണ്. കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? നല്ല ഇപ്പം നമ്മൾ ഒരു മലമുകളിൽ ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നല്ല കാഴ്ച കാണാം, നല്ല കാറ്റ് കിട്ടും, നല്ല സുഖവാസ കേന്ദ്രമാണ്, ഒക്കെയാണ് അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ. പക്ഷേ എത്താൻ പ്രയാസമാണ്. എന്നാൽ മറ്റൊരു പാത അതിലേക്ക് പോവാൻ വളരെ എളുപ്പമാണ്, വളരെ പിന്നെ ഇറക്കാണ്, വളരെ പിന്നെ അങ്ങോട്ട് ഇത് പിടിച്ചു കൊടുത്താൽ മതി, സ്റ്റാറിങ് പിടിച്ചു കൊടുത്താൽ മതി, അങ്ങനെ പോയിക്കോളും. വല്ല പെട്രോളൊന്നും ചെലവഴിക്കണ്ട. പക്ഷേ ലാസ്റ്റ് ചെന്നെത്തിയാൽ എന്താ ഉണ്ടാവുക? അഗാധമായ ഗർത്തമാണ്, ഒരു കുണ്ടാണ്. അതിൽ പോയി ചാടിയാൽ അപകടം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഹുഫത്തിൽ ജന്ന ബിൽ മക്കാരി വഹുഫത്തിൻ നാറു ബിഷഹവാത്ത് എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗം എപ്പോഴും പ്രയാസകരമായ ദുരിതം പിടിച്ച വഴി കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. സ്വർഗത്തിലേക്ക് എത്താൻ ഈ മലമ്പാത കയറുന്നത് പോലെ അല്പം പ്രയാസം ഉണ്ടാവും. എന്നാൽ പിന്നെ നരകത്തിലേക്ക് എത്താനോ
ഒരു പ്രയാസം ഉണ്ടാവില്ല, എളുപ്പത്തിൽ നമുക്ക് പോകാനും പറ്റും. അതിന് മലമ്പാതയൊന്നും കയറണ്ട. വളരെ റബ്ബറൈസ്ഡ് റോഡാണ് ഇത് നരകത്തിലേക്ക് എത്താനുള്ള ദുനിയാവിലെ റോഡ് എന്ന് പറയുന്നത്. ആർക്കും എപ്പോഴും പോവാം, ആരും മാടി വിളിക്കും. പക്ഷെ ചെന്നെത്തിയാൽ എന്താണ്? കത്തിയാളുന്ന നരകമായിരിക്കും. പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. നിങ്ങൾ ആലോചിച്ചോക്ക്, ഹെഫത്തിൽ ജന്ന ബിൽ മക്കാരി റസൂലുള്ള പറയാം. അതുകൊണ്ടാണ് അതിനെ അഖബ എന്ന് പറഞ്ഞത്. അഖബ എന്ന് പറഞ്ഞാൽ ഈ മലമ്പാത കയറുക എന്ന് പറയുന്നത് എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമാണ്. ആ മലമ്പാത കയറുന്നത് പോലെയാണ് സ്വർഗത്തിലേക്കുള്ള റൂട്ട്. എന്താ? ഒരു നന്മ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം? പ്രയാസം അനുഭവിക്കണം. രാവിലെ സുബഹിക്ക് എണീക്കണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്? അല്പം ക്ഷമ വേണം, അല്ലേ? അല്പം പ്രയാസപ്പെടണം. ആ ഉറക്കൊക്കെ ഒന്ന് ഒഴിവാക്കി, ഇന്ന് 3 മണിക്കൊക്കെ ആയി ഇപ്പോൾ വാങ്ക്, അല്ലേ? അപ്പം ആലോചിച്ചു, ആ സമയത്ത് എണീക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. ആലോചിച്ചു നിങ്ങൾ. ഇങ്ങനെ ഓരോ കാര്യവും, ഏത് കാര്യം സ്വർഗത്തിലേക്കുള്ളത് എടുത്താൽ പിന്നെ അത് നന്മ ചെയ്യണമെങ്കിലും ക്ഷമ വേണം. ഇനി നമുക്ക് ഇഷ്ടം ഇല്ലാത്തൊരു കാര്യം ഒഴിവാക്കണമെങ്കിലും ക്ഷമ വേണം, അല്ലേ? അത് എനിക്ക് ചെയ്യാൻ പറ്റൂല, അവിടേക്ക് എനിക്ക് പോവാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിലും എന്തു വേണം? ക്ഷമ വേണം. അപ്പം അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാനും ക്ഷമ വേണം, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും ക്ഷമ വേണം. അതുകൊണ്ടാണ് ഫലക് അമൽ അഖബ എന്ന് പറഞ്ഞത്. ഒരു മലമ്പാത കയറുന്നത് പോലെയാണ് സ്വർഗത്തിലേക്കുള്ള റൂട്ട്. ആ റൂട്ട് എന്തുകൊണ്ട് കയറിയില്ല, തെരഞ്ഞെടുത്തില്ല? മറിച്ച് തെരഞ്ഞെടുത്തത് എന്താണ്? നരകത്തിലേക്കുള്ള വളരെ റബ്ബറൈസ്ഡ് ചെയ്ത റോഡാണ് ഇനി തെരഞ്ഞെടുത്തത്. ആ പാതയാണ് ഇനി തെരഞ്ഞെടുത്തത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ തിരിച്ചു വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ മുമ്പ് നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു, അല്ലേ? മനുഷ്യന് നാം 2 കണ്ണ് കൊടുത്തില്ലേ? പിന്നെ വലിസാനൻ, നാവും കൊടുത്തില്ലേ? വശഫത്തൈൻ, 2 ചുണ്ടും കൊടുത്തില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പൈലുള്ളത്? അതും ഇതുമായിട്ട് എന്താ ബന്ധം? മനുഷ്യന് ഈ മലമ്പാത, ഈ ശരിയായ റൂട്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ അടയാളമാണ് അവൻ്റെ കണ്ണ് എന്ന് പറയുന്നത്. ആ മലമ്പാതയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മനുഷ്യനെ തടഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ നാവ് എന്ന് പറയുന്നത്. നാവ് പലപ്പോഴും അങ്ങോട്ട് കയറാൻ അവനെ സമ്മതിക്കാതിരിക്കുന്നത് അവൻ്റെ നാവായിരിക്കും അതിന് പ്രത്യേകമായിട്ടുണ്ടാവുക. നന്മ ചെയ്യാൻ മനുഷ്യൻ എപ്പോഴും തടസ്സമായിട്ടുണ്ടാവുക, മുള്ളും കെട്ടായിട്ടുണ്ടാവുക എന്താണ്? നാവാണ്. ആ അനുഗ്രഹത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയാത്തൊരു അനുഗ്രഹം ഉണ്ട്. ഏതാ? ഷഫത്തൈൻ. എന്താ ഈ ഷഫത്തൈൻ എന്ന് പറയുന്നത്? 2 ചുണ്ട്. എന്തിനാ പടച്ച തമ്പുരാൻ ആ 2 ചുണ്ടിനെ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? എന്തെങ്കിലും ഒരു സൂത്രം ഉണ്ടാവുമല്ലോ, വെറുതെ പറഞ്ഞതാ? 2 ചുണ്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ 2 ചുണ്ടും ഇല്ല. നിങ്ങൾ ഭാവന അങ്ങനെ ഒരാളപ്പം നിങ്ങൾ എവിടെയും കണ്ടുണോ? അപകടത്ത് പറ്റിയിട്ട് 2 ചുണ്ടും പോയ ആരെങ്കിലും കണ്ടുണോ? നിങ്ങൾ എവിടെയും കണ്ടില്ല? എന്നാ വല്ല ഗൂഗിളൊക്കെ അടിച്ചു നോക്കുക, അങ്ങനെ ഒരുപാട് ആളെ കാണാൻ പറ്റും. ഭീകരമായ രൂപമായിരിക്കും, കാണാൻ കഴിയൂല നമുക്ക്. കുറച്ചേ നോക്കിയിട്ട് നമ്മളതവിടെ ഓഫാക്കും, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ എഞ്ചിനീയറാണ്, എത്ര വലിയ മുഹന്ദിസാണ്, ആർക്കിടെക്ട് എഞ്ചിനീയറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എത്ര വലിയ സുന്ദരമായ രൂപത്തിലാണ് ആ 2 ചുണ്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘടിപ്പിച്ചിട്ടുള്ളത്. ആ ചുണ്ടില്ലെങ്കിൽ ശൗക്കത്തെ ആ 2 ചുണ്ടും ഇങ്ങനെ പിടിച്ചു വെച്ചാട്ട് ജിപ്പാന്നോ ബാന്നോ മാന്നോ പറഞ്ഞു നോക്കിയാ, ഒന്ന് പറഞ്ഞു നോക്കിയാണി. അല്ല, ഒന്ന് പിടിച്ചു വെച്ചാട്ട് നിങ്ങൾ പറഞ്ഞാണി, പറഞ്ഞു നോക്കി. അല്ല, നിങ്ങൾ തന്നെ പിടിച്ചു, ഒരാൾ തന്നെ അവനെ തന്നെ പിടിച്ചാൽ മതി. പറയാൻ കഴിയില്ല, കണ്ടോ? പറയാൻ കഴിയില്ല. മാ എന്നോ പ അങ്ങനെ ഒരുപാട് അക്ഷരങ്ങള് ചുണ്ടുങ്ങൾ പിടിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ചുണ്ട് മേപ്പെട്ടാക്കി വെച്ചാലോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പം ആ ചുണ്ടില്ലെങ്കിലോ പറയാൻ കഴിയുമോ? ഇല്ല, അല്ലേ? മഹാനുഗ്രഹമാണ്. അപ്പോൾ സംസാരിക്കാൻ എന്തു വേണം? 2 ചുണ്ടുകൾ തന്നെ വേണം. 2 ചുണ്ടുകൾ തന്നെ വേണം.
ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണല്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ഇപ്പോൾ ചുണ്ടിൻ്റെ ഇത്? നിങ്ങളിപ്പോൾ ഒരു സാൻഡ്വിച്ച് എടുത്ത് ഇങ്ങനെ ആട് തൊള്ളേക്കിട്ട് താഴത്തെ ചുണ്ടോ മുകളിലെ ചുണ്ടോ ഇല്ല, അല്ലെങ്കിൽ രണ്ട് ചുണ്ടും ഇല്ല, എന്താ ഉണ്ടാവുക? നിങ്ങളതിങ്ങനെ അരക്കണതിനനുസരിച്ച് ഒക്കെ പുറത്തേക്കാടും. ഉള്ളിക്ക് പോണതിന് പകരം പുറത്തേക്ക് ഇങ്ങനെ തട്ടും കുറേ, അല്ലേ? പകുതിയിലേറെ പുറത്തേക്ക് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഭക്ഷണം അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത് പുറത്തു പോകാതെ അകത്തേക്ക് വിടാനുള്ള പ്രധാനപ്പെട്ട ഭാഗമാണേത്? രണ്ട് ചുണ്ട് എന്ന് പറയുന്നത്. ആലോചിക്കൂ. അപ്പം സംസാരിക്കാൻ എന്ത് വേണം? രണ്ട് ചുണ്ട് വേണം, ഇല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല, അല്ലേ? ആ സംസാരം വ്യക്തമാവൂല. ചുണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പോയാൽ തന്നെ, മുച്ചിരിയാൽ തന്നെ സംസാരിക്കാൻ വേണ്ടിയില്ലേ? കഴിയൂല, അല്ലേ? അപ്പം മഹാനുഗ്രഹമാണ് ഈ ചുണ്ട്. എത്ര സുന്ദരമായ രൂപത്തിലാണ് അല്ലാഹു അത് ഘടിപ്പിച്ചിട്ട്. പിന്നെ നമ്മളൊക്കെ വികാര പ്രകടനം നടത്താൻ സാധാരണ പുതിയ പെണ്ണെട്ടിയ ആളുകളൊക്കെ വികാര പ്രകടനം നടത്തുന്നത് ഏതിലൂടെയാണ്? ആദ്യം ചുണ്ടായിരിക്കും, അല്ലേ ഷൗക്കത്തെ? ആണ് അല്ലേ? അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങളെ ആ പഴയ കാലത്തേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു പോയി നോക്കാം, അല്ലേ? ആ രണ്ട് ചുണ്ട് മഹാനുഗ്രഹമാണ്. ആ ചുണ്ടിൽ എന്തുണ്ട്? ഒരുപാട് ഞാടി ഞരമ്പുകളുണ്ട്, നമ്മൾ കാണില്ല. ആ ഞാടി ഞരമ്പുകളും അതേപോലെ തന്നെ എല്ലായിടത്തും മെലാനിൻ ഉണ്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്തുണ്ട്? മെലാനിൻ ഉണ്ട്. മെലാനിൻ ഉണ്ടായ എന്താ? കറുപ്പ്. നമ്മളെ കറുപ്പാക്കണ, ഈ ശരീരത്തിന് കറുപ്പ് കൊടുക്കണ എന്താ? മെലാനിനാണ്. ചുണ്ടിൽ മാത്രമേ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ചുണ്ട് എന്ത് ചെയ്യേണ്ടത്? ചുവന്ന് നിൽക്കണത്. ചുവന്ന് നിൽക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ രക്തക്കുഴലുകളും ഈ രക്തത്തിൻ്റെ അസാബ് എന്നറിയാം അറബിയിൽ, അത് ഏറ്റവും കൂടുതൽ തടിച്ചു നിൽക്കുന്നതും ചുണ്ടിലാണ്. അതുകൊണ്ട് അത് ചുവപ്പ് നിറാവുന്നത്, അല്ലേ? ഇത്ര വലിയ കറുത്ത മനുഷ്യനായാലും ശരീരമൊക്കെ കറുത്തുണ്ടാവും, പക്ഷെ ചുണ്ടെന്താവും? ചുവന്നുണ്ടാവും. ഈ കാരണം മെലാനിൻ കുറവാവും. അതോടൊപ്പം ഒരുപാട് രക്തക്കുഴലുകൾ അവിടെ ഇങ്ങനെ പിന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ലാസ്റ്റ് അവിടെയാണ്. ആലോചിച്ച് നോക്കുക നിങ്ങൾ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ്. ഇനി ഒന്നുകൂടി നിങ്ങൾ ആയത്തിൽ ആലോചിച്ച് നോക്കൂ. ചുണ്ടിന് അതിൻ്റെ സ്കെച്ച്, അതിൻ്റെ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ഭാഗമാണ്. ഒന്ന്, നിങ്ങൾ ഈ കാണുന്ന പുറം ഭാഗം ചെറിയ സ്കിന്നാണത്, അല്ലേ? ചെറിയ സ്കിന്നാണ്. പിന്നെ അതിൻ്റെ അകത്ത് മാംസം പോലെ ഒരു ഭാഗമാണ്, കുറേ ഞരമ്പുകളും ഇതൊക്കെ. പിന്നെ അതിൻ്റെ കുറച്ച് താഴോട്ട് ഇങ്ങോട്ട് പോയാൽ അവിടെ മുഴുവൻ ഉമിനീരുകളെ കൊണ്ട് നിറച്ചേക്കാം. ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ, ഇവിടെ ഉമിനീരുണ്ടോ? ഇല്ല. എന്നാൽ താഴോട്ട് നിങ്ങൾ കൈയിട്ട് തൊട്ട് നോക്കി, അവിടെ നിറച്ച് തുപ്പലാവും, ആ ഉമിനീരാവും, അല്ലേ? അതൊക്കെ എന്തിനാ? ഇതിലേതെങ്കിലും ഒന്ന് പോയാൽ, ഈ ഉമിനീര് പോയാൽ സംസാരിക്കാൻ കഴിയില്ല, നാവ് പൊന്തൂല. ആലോചിച്ച് നോക്കുക. അപ്പം അതൊക്കെ മഹാ അനുഗ്രഹമായിട്ടാണ്. നമ്മൾ ചെറിയ അനുഗ്രഹം നമ്മളിങ്ങനെ വിചാരിക്കും, എന്താ ഈ ചുണ്ടിനെ പറ്റിയൊക്കെ ഖുർആനിൽ ഇങ്ങനെ പറയാൻ, അല്ലേ? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനും വശഫത്തൈൻ, എന്താ ഈ ചുണ്ടിനെ പറ്റി ഇങ്ങനെ പറയാൻ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതൊരു മഹാ അനുഗ്രഹമാണ് എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു കൊട്ടാരത്തിലേക്ക് പോവാം. ആ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ആ കൊട്ടാരത്തിന് 2 വാതിലുള്ള 2 പൊളികളുള്ള ഒരു വാതിലുണ്ട് എന്ന് കൂട്ടാം. ഇപ്പോൾ 2 പൊളികളുടെ ഒന്ന് തുറന്നു വെച്ചാൽ എങ്ങനെയാവും? ഒന്ന് തുറന്നു വെച്ചാൽ എന്താവും? വൃത്തി ഉണ്ടാവില്ല. 2 കൂടി തുറന്നു വെക്കുമ്പോൾ എന്തുണ്ടാവുള്ളൂ? വൃത്തി ഉണ്ടാവുള്ളൂ. ഈ 2 ചുണ്ടും തുറക്കുമ്പോഴാണ് എന്തുണ്ടാവുക? അതിലേക്ക് ആരൊക്കെ വരണം, ആരൊക്കെ പോണ്ട എന്ന് തീരുമാനിക്കണ പാറാവുകാരനാണ് അത് യഥാർത്ഥത്തിൽ ഈ 2 ചുണ്ടുകൾ, അല്ലേ? നമ്മളെ വായയിലേക്ക് എന്തൊക്കെ പോകണം, അല്ലേ? വല്ല ഈച്ചയാണോ, അതല്ല മറ്റ് വല്ല പ്രാണികളാണോ, അതാണോ പോണ്ടത്? അല്ല. അത് പോകുമ്പോൾ നമ്മളവിടെ പൂട്ടും, അല്ലേ? അതേപോലെ അതിൻ്റെ അകത്തുള്ള പല്ലുകൾ, അവിടെയുള്ള ഉമിനീര്, നാവ്, അതിനൊക്കെ സംരക്ഷിക്കാനും ഉള്ള ബാധ്യത ആർക്കാണ്? ഈ 2 ചുണ്ടുകൾക്കാണ്, അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ ചിലത് തുപ്പേണ്ടി വരും. അപ്പം ആ പുറത്തു പോവാനുള്ള പുറത്താക്കുന്നതും ഈ 2 ചുണ്ടുകളുടെ സഹായത്തോടെയാണ്. അകത്തേക്ക് കടത്തേണ്ടതും ആ 2 ചുണ്ടുകളുടെ സഹായത്താണ്. അപ്പം ഒരു കൊട്ടാരത്തിൻ്റെ പാറാവുകാരനെ പോലെ പ്രവർത്തിക്കുന്നു ആര്? മനുഷ്യൻ്റെ 2 ചുണ്ടുകൾ എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം. ഇനി ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കും, മുജീബ് കാക്ക് ഇപ്പം എന്നോട് ദേഷ്യം ഉണ്ടോ അല്ലെന്നും എവിടേക്കും നോക്കണ്ട, ആ ചുണ്ടുമൊക്കെ വയ്ക്കാൽ മതി, അല്ലേ? ചുണ്ടുമൊക്കെ വയ്ക്കാൽ മതി. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക പെൺകുട്ടികളും ഭാര്യമാരിലുമാണ്,
നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി. നിങ്ങളെ ചെറിയ കുട്ടി നിങ്ങൾ ആ കുട്ടി ആവശ്യപ്പെട്ട നിങ്ങൾ കൊണ്ടുകൊടുത്തില്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ആ ചുണ്ടുമ്മക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ആ ചുണ്ട് ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവും അല്ലേ? ആലോചിച്ച് നോക്കേണ്ടി നിങ്ങൾ. ഇതൊക്കെ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ആ ചുണ്ട് കേവലം ഒരു വികാരം മാത്രമല്ല, മനുഷ്യൻ്റെ അകത്തുള്ള ദേഷ്യം, ചിരി, ദുഃഖം, ഇതൊക്കെ പുറത്ത് കാണിക്കുന്ന ഭാവമാണ് യഥാർത്ഥത്തിൽ ചുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിലൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ചുണ്ടിൻ്റെ ബാധ്യത, അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രം കടത്തിവിടുക, പിന്നെ ചീത്ത കടത്തി വിടാതിരിക്കുക. അപ്പം നല്ല കടത്തി വിടുമ്പോൾ അതേപോലെ തന്നെ അവിടെ നിന്ന് പുറത്തു വരുന്ന വാക്കുകളും നല്ലതായിരിക്കുക. എങ്കിൽ നല്ലത് മാത്രം കടത്തി വിടുകയും നല്ലത് മാത്രം പുറത്തു വരികയും ചെയ്യുമ്പോൾ ആ ചുണ്ട് എന്ന അനുഗ്രഹം മൂലം നമ്മൾക്ക് സ്വർഗം കിട്ടും അല്ലേ? ആ നല്ല പാത ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ കടത്തി വിടുന്നതിനനുസരിച്ചാണ്, അതിന് പുറത്തു വരുന്നതിനനുസരിച്ചാണ് ഏതാണ് നല്ല പാത, ഏതാണ് പിന്നെ സത്യത്തിൻ്റെ പാത, ഏതാണ് അസത്യത്തിൻ്റെ പാത എന്ന് പിന്നെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ആ ചുണ്ടുകൾക്ക് വലിയ പിന്നെ ഇതുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ആലോചിച്ച് നോക്കുക നിങ്ങൾ. പിന്നെ അതിൻ്റെ ഘടന അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ചുണ്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ? നല്ല മാത്രം ചെയ്യാം അല്ലേ? അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ ചുണ്ടുപയോഗിച്ച് നമ്മൾ ഗീബത്ത്, നമീമത്ത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പുരാതികൾ, അപവാദങ്ങൾ പറയാം. അതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ദിക്ർ മാത്രം, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം പറയാൻ ആ ചുണ്ട് ഉപയോഗിച്ചാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാവും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ആ ചുണ്ട് ഉപയോഗിച്ചാൽ അത് ഏറ്റവും അപകടകാരിയാണ് ആ ചുണ്ട് എന്നുള്ളതാണ്. അപ്പം ചുണ്ടെന്ന ഗേറ്റിലൂടെ പുറത്തു പോകുന്ന വാക്കുകളും അതിൻ്റെ അകത്തേക്ക് പോകുന്ന വാക്കുകളും ഒക്കെ നാം പിന്നെ വളരെ ശ്രദ്ധിക്കണം എന്ന്. പിന്നെ ചുണ്ടും ഹൃദയവുമായിട്ട് എന്തുണ്ട്? വലിയ ബന്ധമുണ്ട്. എന്താ ബന്ധം? ചുണ്ടു ഹൃദയമായിട്ടുള്ള ബന്ധം എന്താ ബന്ധം? പിന്നെ മണ്ണിൽ മഴ കിട്ടിയാൽ എന്താ? മണ്ണിൽ മഴ കിട്ടിയാൽ എന്താ ഉണ്ടാവും? എന്താ ഉണ്ടാവുക? ആ പുല്ല് മുളക്കും, അതേപോലെ സസ്യലതാദികളൊക്കെ മുളക്കും. ആ മണ്ണിനൊരു ഒരുമ ഉണ്ടാവും, ഐക്യം ഉണ്ടാവും. തീരെ മഴവെള്ളം കിട്ടാത്ത മണ്ണോ എന്താ ഉണ്ടാവുക? വിണ്ട് കീറും. ചുണ്ടും ഇതേപോലെയാണ്. ചുണ്ടിന് ഉമിനീര് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. നമ്മളെ ചുണ്ട് ചിലപ്പോൾ വിണ്ടുകയറാറില്ലേ? വിണ്ടുകയറ എന്തുകൊണ്ടൊക്കെയാണത്? പല ജാതി കാരണങ്ങളുണ്ട്. പല കാരണങ്ങളെ കൊണ്ടും അത് എന്തു ചെയ്യും? വിണ്ട് കീറാറുണ്ട്. പിന്നെ എന്താ ഒരു കാരണം പറഞ്ഞോളി. ചുണ്ട് വിണ്ട് കീറാനുള്ള കാരണം ഒന്ന്, നമ്മൾ സാധാരണ കാണുന്ന ഉമിനീരിൻ്റെ കുറവ്. ആ ഉമിനീര് പറ്റിയാൽ എന്തു ചെയ്യും? അത് വിണ്ട് കീറും. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം, അത് വളരെ തിന്നാണ്, വളരെ ഹഫീഫാണ്, നേരിയതാണ്. അതുകൊണ്ട് തന്നെ അത് വേഗം വരളുകയും അത് പൊട്ടുകയും ഒക്കെ ചെയ്യാൻ അത് കാരണമാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ഘടന തന്നെ ആ രൂപത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വല്ല കാറ്റോ അല്ലെങ്കിൽ അതിശക്തമായ ചൂടോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉമിനീരുണ്ടാവില്ല. അപ്പോൾ അത് വരളും. കുറേ വരണ്ടാൽ എന്ത് ചെയ്യും? അത് പൊട്ടും, അതിന് രക്തം വരും. ഈ മഴ കിട്ടാത്ത മണ്ണിനെ പോലെ ആവും അല്ലേ? മഴ കിട്ടിയില്ലെങ്കിൽ മണ്ണ് നിങ്ങൾ പാടത്ത് പോയി നോക്കി നിങ്ങൾ അല്ലേ? അതിൽ വെള്ളം ഇല്ലെങ്കിൽ എന്താ? അവിടെയും ഇവിടെ ഇങ്ങനെ വിണ്ട് കയറിയ കുറേ ഓട്ട കാണാം. അങ്ങനെയുള്ള ചില ചുണ്ടുകൾ കണ്ടില്ല നിങ്ങൾ? അത് പല കാരണങ്ങളാൽ വരും. ഒന്ന്, ഈ ചുണ്ട് രൂപപ്പെടുന്നത് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ എത്രാമത്തെ വയസ്സിലാണ്? ശാസ്ത്രലോകം പറയുന്നത് 4 to 7 പിന്നെ ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 മാസത്തിൽ തന്നെ ചുണ്ട് ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ആയിരിക്കുമ്പോൾ തന്നെ ആ 2 മാസത്തിൻ്റെ ഉള്ളിൽ ചുണ്ട് രൂപപ്പെടും. അവിടെ എന്തെങ്കിലും തടസ്സം വന്നാൽ പിന്നെ മരിക്കണ വരെ ഓൻ്റെ ചുണ്ട് ഇങ്ങനെ എന്തായിരിക്കും? വിള്ളലുണ്ടാവുന്ന. അത് ഈ പിന്നെ നേരിയതായതുകൊണ്ട് മാത്രമല്ല, അത് ഗർഭത്ത് വരുന്ന താരാരം അല്ലാത്ത വരുന്ന തടസ്സമാണ് ഇത്. കാലാവസ്ഥകൾ, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇങ്ങനെ കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പം നോക്കി നിങ്ങൾ, എന്തിനാപ്പം ഞാനൊക്കെ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തന്നിട്ടുള്ള ഈ ചുണ്ട് എന്ന അനുഗ്രഹത്തെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ
ചുണ്ട് പൊട്ടിയാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ആലോചിച്ചു, അതിൻ്റെ അടുത്തു കൂടെ കൊണ്ടുപോകില്ല നമ്മൾ. വല്ല എരിവോ പുളിയൊക്കെ വന്നാൽ ആ ഭക്ഷണം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ? വെള്ളം കുടിക്കാൻ കഴിയില്ല. ആ വെള്ളം കുടിക്കുമ്പോൾ പോലും അത് വേദനാവും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര സ്കിന്നായ ആ ഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഇത്രമാത്രം കുറ്റമറ്റ രൂപത്തിൽ അതിനെ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ നാവ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ടെന്നാ, അള്ളാഹു അക്ബർ എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് നാവും ചുണ്ടും പഠിച്ചിട്ട് വരും. ഈ രണ്ട് അവയവത്തെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന്. അപ്പം ചുണ്ട് ആര് സഹാബികളൊക്കെ ഭയപ്പെട്ടിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്ത വാക്ക് വരുമോ എന്ന് ഭയപ്പെട്ടിരുന്നു എന്നുള്ള. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, മൻ കസുറ കലാമുഹു കസുറ സഖത്തുഹു. ഒരാൾ പിന്നെ ധാരാളം സംസാരം കൂടുകയാണെങ്കിൽ ഓൻ്റെ വീഴ്ചകളും ഉണ്ടാവും, അബദ്ധങ്ങളും കൂടും. അതുകൊണ്ട് വസുംതു നജാത്തുൻ എന്നതാണ്, മിണ്ടാതിരിക്കലാണ്, ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ വിവേകം, അവന് രക്ഷ എന്ന് ആ നാവ് പിടിച്ചുകൊണ്ട് അദ്ദേഹവും പറയാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മാ യുൽക്കി ലഹാ ബാലൻ യഹ്വി ബിഹി ഫിന്നാർ എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ അശ്രദ്ധനായി പറയുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അതിൽ വലിയ ശ്രദ്ധ ഒന്നുമില്ലാതെയാണ് ആ വാക്ക് പറഞ്ഞെങ്കിൽ അതുമൂലം അയാൾ നരകത്തിലേക്ക് ആപതിക്കും. അപ്പം നോക്കി നിങ്ങൾ, ഈ ചുണ്ടിലൂടെ പുറത്തു വരുന്ന ആ ഗേറ്റിലൂടെ വരുന്ന ഓരോ വാക്കും സൂക്ഷിക്കണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ആ ചുണ്ടിലൂടെ വരുന്ന ഒരുപാട് വാക്കുകൾ അത് മനുഷ്യൻ്റെ ഹൃദയവുമായിട്ട് അതിന് ബന്ധമുണ്ട് അല്ലേ? ആ വാക്കുകൾ ശരിയല്ലെങ്കിൽ ആ ഹൃദയവും കേടുവരും. ഇതുപോലെ മഴ കിട്ടിയാൽ മണ്ണ് കുളിർക്കുന്നത് പോലെ ആ ചുണ്ടിലുള്ള ദിക്റുകൾ മനുഷ്യൻ്റെ ഹൃദയത്തെ കുളിർത്തതാക്കും എന്നുള്ളതാണ്. അല്ലെങ്കിലോ മഴ കിട്ടാത്ത ആ ഭൂമിയെപ്പോലെ മണ്ണിനെപ്പോലെയാവും മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ ദിക്റില്ലെങ്കിൽ. അപ്പം ചുണ്ടും ഹൃദയവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഇന്നാല മുആഖദുന ബിമാ നതകല്ലമു ബി, നമ്മൾ സംസാരിക്കണ സംസാരം മൂലം അല്ലാഹു തആല നമ്മളെ പിടികൂടി ശിക്ഷിക്കുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സക്കിലത്തു ഉമ്മുക യാ മുആസ് വഹൽ യകുബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിം ഇല്ലാ അസാഇദു അൽസിനതിഹിം. മനുഷ്യന്മാരുടെ നാവുകൾ കൊയ്തെടുത്തതിൻ്റെ കാരണമായിട്ടല്ലാതെ ജനങ്ങൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുമോന്നാണ്. എന്നാൽ ജനങ്ങൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാനുള്ള കാരണം ആ നാവ് കൊയ്തെടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മക്കായിലെ മുശ്രിക്കുകൾ കയ്യിനും കാലിനും ഒക്കെ കയറിട്ടിട്ടിങ്ങനെ ആ മണലാരണ്യത്തിലൂടെ ചുട്ടുപഴുത്ത മണലിലൂടെ ഇങ്ങനെ വലിക്കുമ്പോൾ അദ്ദേഹം ആ ചുണ്ടിങ്ങനെ അനക്കണതാണ് ആ സഹാബത്തിന് കാണാൻ സാധിച്ച റസൂലുള്ള കണ്ടതെന്ന ചുണ്ടിങ്ങനെ അനക്കണം. അപ്പോൾ ആ ചുണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ കേൾക്കുന്ന ശബ്ദം അഹദ് അഹദ് എന്നുള്ളത്. അപ്പം ആ ചുണ്ട് അവിടെയും ആ അള്ളാഹുവായിട്ട് കണക്ഷൻ ചെയ്യാൻ ആ ചുണ്ടിന് ഇതുണ്ട് എന്നുള്ളതാണ് അതും നമ്മെ പഠിപ്പിക്കണം. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചുണ്ട് എന്ന അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ സ്വർഗത്തിലേക്കെത്താൻ നമ്മെ സഹായിക്കും. അത് വേണ്ടാത്തതിന് ഉപയോഗിച്ചാൽ അത് നരകത്തിലെത്താനും സാധിക്കും. ദുനിയാവ് തന്നെ നമുക്ക് രക്ഷയ്ക്കുള്ള മാർഗവുമാവും, അത് നമ്മുടെ നാശത്തിനുള്ള കാരണവും ആ ചുണ്ട് ആകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പ്രത്യേകം വലിസാനം വശഫത്തൈൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു എന്ത് പറയണത്, വഹദൈനാഹുൻ നജ്ദൈൻ. അപ്പം ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്താ? കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? യഥാർത്ഥ പാന്താവ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നാവ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? യഥാർത്ഥ പാന്താവിലൂടെ സഞ്ചരിക്കാൻ പറ്റും.
ചുണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? യഥാർത്ഥ പാന്താവിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ആ നാവും ആ കണ്ണും ആ ചുണ്ടും ഉപയോഗിച്ച് വേണ്ടാത്ത മാർഗത്തിലൂടെയും പോവാനും സാധിക്കും. ആ അതുകൊണ്ടാണ് വഹദൈനാഹുൻ നജ്ദൈൻ എന്ന അള്ളാഹു ഈ അനുഗ്രഹം എടുത്തു പറഞ്ഞ ഉടനെ തന്നെ അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ആലോചിക്കാൻ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ വഹദൈനാഹു നജ്ദൈൻ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ രൂപത്തിൽ. പിന്നെ പറയണ എന്താ? സമയനോ എത്ര മിനിറ്റ് ഉണ്ട്? ഫലക് തഹമൽ അഖബ, മലമ്പാത, പിന്നെ തള്ളിക്കയറ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മലമ്പാത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. പിന്നെ ചോദിക്കണം എന്താ? വമാ അദ്റാകമൽ അഖബ എന്ന് പറഞ്ഞാൽ എന്താ? മലമ്പാത എന്താണെന്ന് നിനക്കറിയാമോ? എന്തിനാ അങ്ങനെ അല്ലാഹു തആല ചോദിക്കണത്? ഇപ്പം അറിയോ എന്ന് ചോദിക്കുമ്പം പിന്നെ അറിയാഞ്ഞിട്ടല്ലല്ലോ അത്, ആണോ? അല്ല. പിന്നെ ആ ചോദ്യത്തിൽ എന്താ ഉള്ളത്? ഫലക് തഅമൽ അഖബ എന്ന് പറഞ്ഞ ചോദ്യത്തിൽ എന്താ ഉള്ളത്? മനുഷ്യൻ്റെ ശ്രദ്ധ പിന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ചോദ്യം ചോദിക്കണം. ഫലക് തഹമൽ അഖബ. പിന്നെ അഖബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് അർത്ഥം കാണാം. ഒന്ന്, പിന്നെ ലളിതമല്ലാത്ത, എളുപ്പമല്ലാത്ത ആ വഴിക്കാണ് യഥാർത്ഥത്തിൽ അഖബ. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മളെ അടുത്തു നിന്നുള്ള പ്രയത്നം വേണം അതിലൂടെ പോകണമെങ്കിൽ, നമ്മുടെ അടുത്തു നിന്നുള്ള അധ്വാനം വേണം അതിലൂടെ പോകണമെങ്കിൽ എന്നുള്ളതാണ്. ഒരു ഉദാഹരണം, ഒരു മനുഷ്യൻ ഒരു നദീതീരത്ത് നിൽക്കുകയാണ്. അവിടെ 2 കപ്പലുണ്ട്. ഒരു കപ്പൽ കരയിലേക്ക് തിരമാലകളൊക്കെ ഭേദിച്ചുകൊണ്ട് കരയിലേക്ക് അടുക്കാൻ പോവാണ്. മറ്റൊരു കപ്പൽ മുങ്ങിപ്പോണ കപ്പലുമാണ്. നിങ്ങൾ ഏതാ സ്വീകരിക്കുക? കരയിലേക്ക് പോണ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന കപ്പലാണ് നമ്മൾ സ്വീകരിക്കുക. മുങ്ങിപ്പോണതിനെ സ്വീകരിക്കുമോ? ഇല്ല. ഇതേപോലെയാണ് വഹദൈനാഹുൻ നജ്ദൈൻ, 2 പാതകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നമ്മളെ രക്ഷിക്കാനുള്ള കപ്പലും ഇവിടെ ഉണ്ട്, നമ്മളെ നാശത്തിലേക്ക് നമ്മെ മുങ്ങി നശിപ്പിക്കാനുള്ള കപ്പലും ഉണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നമ്മുടെ വിജയത്തിൻ്റെ കപ്പലാണ് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ മനുഷ്യനെ എന്തുകൊണ്ടാണ് മനുഷ്യൻ സാധാരണ നിലയ്ക്ക് ഈ അഖബ, ഈ പ്രയാസമുള്ള വഴി തിരഞ്ഞെടുക്കാതിരിക്കാൻ കാരണം എന്താ? കാരണം ഒരുപാട് പൂട്ടും കൊളുത്തുള്ളതാണത്, അല്ലേ? ഏറ്റവും വലിയ പൂട്ടും കൊളുത്തും വേണ്ടത് മനുഷ്യൻ്റെ ഇച്ഛകളാണ്. ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഇച്ഛകളും ഒക്കെ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. അതിനൊക്കെ പൂട്ടിട്ടാലേ, അതിനൊക്കെ ലോക്കിട്ടാലേ യഥാർത്ഥ പാതയിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു നന്മ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ വേണം. പിന്നെ ഹറാമെന്ന് വിട്ടു നിൽക്കാനും വേണം. എന്താ? ക്ഷമ ആവശ്യമാണ് എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കണം. പിന്നെ അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരൊക്കെ ഈ മലമ്പാത കയറിയതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ അന്നത്തെ ആ അസീസ് രാജാവിൻ്റെ ഭാര്യ പിന്നെ യുവാവായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വിളിക്കുന്നുണ്ടല്ലോ, വേണ്ടാവൃത്തിക്ക് വിളിക്കുന്നുണ്ട്. വേണ്ടാവൃത്തിക്ക് വിളിച്ചിട്ട് ആ രക്തത്തുടിപ്പുള്ള പിന്നെ ആ യുവത്വമുള്ള ആ 25കാരനായ യൂസുഫ് നബി അലൈഹി സ്വലാം ഈ പിന്നെ രാജ്ഞിയായ അസീസിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് സമ്മതിച്ചില്ല. അപ്പം സമ്മതിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? സമ്മതിക്കാതിരിക്കണമെങ്കിൽ അതൊരു മലമ്പാതയാണ്. അപ്പം ഒരു വളരെ പ്രയാസമാണ്. എന്തായാലും ജയിൽ കിട്ടും എന്നൊക്കെ ഉറപ്പാണ്, അല്ലേ? ഒരു രാജ്ഞി പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഉറപ്പല്ലേ ജയില്. അങ്ങനെ തുറുങ്കിലടക്കപ്പെട്ടു, അല്ലേ? പിന്നീട് എന്തായി? അവസാനം എന്ത് കിട്ടി? രക്ഷ കിട്ടി. ആർക്ക്? യൂസുഫ് നബി അലൈഹി സ്വലാം. അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ഫലക് തഅമൽ അഖബ എന്ന് പറഞ്ഞ മലമ്പാത കയറിയ ആളാണ്. അതേപോലെ സഹാബികളുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സമ്പത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ സഹാബികളൊക്കെ സമ്പത്ത് കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഇപ്രാവശ്യം ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ പകുതി സമ്പത്തുമായി ദാനം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു. അപ്പം ആ നേരം അബൂബക്കർ റളിയല്ലാഹുവിന് വന്ന് എന്താ മുഴുവൻ സമ്പത്തും കൊണ്ടു വന്നത് അല്ലേ? അപ്പം അബൂബക്കർ റളിയല്ലാഹുവിനോട് നബി ചോദിക്കേണ്ട, എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി എന്തെങ്കിലും വിട്ടേച്ചിട്ടാണോ ഒഴിവാക്കിയിട്ടാണോ ഇജ്ജ് വന്നത്? അതല്ല, മുഴുവൻ സമ്പത്തുമായിട്ടാണ്. മുഴുവൻ സമ്പത്തും ചെലവഴിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ആവശ്യപ്പെടുക. അപ്പം നോക്കി നിങ്ങൾ, നമ്മളിപ്പോൾ എന്തിനാ കഥ കൊണ്ടുവന്നത്? സഹാബത്തൊക്കെ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പിശുക്കൻ തന്നെയാണ്. ആരായാലും ഒരു കൂട്ടിപ്പിടുത്തം ഉണ്ടാവും അല്ലേ? മുഴുവൻ ചെലവഴിക്കുക എന്നുള്ളത് ഓന് ഒരിക്കലും സമ്മതിക്കൂല, ഒരു മനുഷ്യന് സമ്മതിക്കൂല. അപ്പം ആ മലമ്പാത ആ മനസ്സിനായിട്ട് ഒഴിവാക്കിയിട്ട്, ആ കുട്ടിപ്പിടിക്കുക എന്നുള്ള മനസ്സിനാണ് ഒഴിവാക്കിയിട്ട് ചെലവഴിക്കുക എന്നുള്ളത് ഒരു മലമ്പാത കയറൽ തന്നെയാണ്. ഇത് ആരുടെ ജീവിതത്തിലുണ്ട്? പിന്നെ സഹാബത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഈ രൂപത്തിൽ എപ്പോഴെങ്കിലും ഒരു മലമ്പാത കയറിയിട്ടുണ്ടോ? എത്ര അനുഗ്രഹങ്ങൾ, എത്ര മാർഗങ്ങൾ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതേപോലെ ഒരു മലമ്പാത ഞാൻ കയറിയെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റുമോ? നിങ്ങൾ കയറിയെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? അല്ലേ? സത്യം ഇന്നതാണ് എന്നറിഞ്ഞിട്ടും ആ സത്യത്തിൽ പ്രവർത്തിക്കാതെയാണ് നമ്മളധികവും നിൽക്കുന്നത് അല്ലേ? ഇന്ന റൂട്ടാണ് സത്യം എന്ന് മനസ്സിലായിട്ട് പോലും ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവില്ല. ആ സത്യത്തിലേക്ക് ഒരുപാട് ആളുകൾ നമ്മിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആ സത്യത്തിൻ്റെ പാതയിലേക്ക് ചെവി കൊടുക്കാൻ, മനസ്സ് കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവില്ല. അപ്പം ഫലക്, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ എന്ന് പറയാനുള്ള കാരണം നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഫക്കു റഖബ എന്ന് പറഞ്ഞതുകൊണ്ട് വെറും ഒരു അടിമമോചനം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അല്ലേ? ഈ നമ്മൾ ജീവിക്കണ ഈ ആനുകാലിക കാലഘട്ടത്തിൽ പിന്നെ അടിമ മോചിപ്പിക്കൽ മാത്രമല്ലത്, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അന്തരാളത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ച വിശദീകരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. ടച്ചില്ലേ പോയോ? ഉള്ള